ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളിപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ നിലവിൽ പൈസ കിട്ടാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ നമ്മുടെ ന്യൂസിനകത്തൊക്കെ വന്നതാണ്, ഒരു രാത്രി ഒരു 10-10:30 ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് വണ്ടി ഇടിച്ചിട്ടിട്ട് നിർത്താതെ വണ്ടി പൊക്കളഞ്ഞു. ഇടിച്ചിട്ടെന്ന് വെച്ചാൽ ദേഹത്തൂടെ കയറി വണ്ടി. അപ്പം തലയിൽ കൂടെ കയറിയോണ്ട് നമുക്ക് മുഖമൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ അരമണിക്കൂറോളം റോഡിൽ കിടന്നിട്ട് ആരും എടുത്തുകൊണ്ട് വന്നില്ല. അപ്പോൾ നമ്മളെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞ്, അങ്ങനെ ഞാനും എൻ്റെ സഹോദരനാണ് രഞ്ജിത്ത്. അപ്പം ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ മോൻ ഹിരൺ ഹരീഷ് എന്ന് പറഞ്ഞാലും കൂടെ പോയി എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മുഖം തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മളിത് ആരാന്നറിയത്തില്ല. ഞങ്ങൾ രാത്രി 11:30 മുതൽ പിറ്റേന്ന് രാവിലെ 7 മണി വരെ ഈ ബോഡിയുടെ ആൾക്കാരെ തിരക്കി ഞങ്ങളവിടെ കുത്തിയിരിക്കുക. പക്ഷെ ആരും വന്നില്ല. പക്ഷെ ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആക്സിഡന്റ് പറ്റി കിടന്ന് തൊട്ടിറമ്പി തന്നെയുള്ള ആളാണ്. അവര് ഇദ്ദേഹമാണെന്ന് തിരിച്ചറിയുന്നത് പിറ്റേന്ന് പകല് 11 മണിയായപ്പോഴാണ്. അങ്ങനെ നമ്മൾ ഇരുന്ന് അതിനകത്ത് ഒരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും നമ്മൾ ചെയ്തിട്ട് നമ്മളെ അവരൊന്ന് വിളിക്കുവോ, നമ്മളോട് പിന്നെ നിങ്ങൾ ചെയ്തത് നന്നായി എന്നൊന്ന് പറയുമോ, നമ്മുടെ അധികൃതരോ ആരും നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കത്തില്ല. അവർ നമ്മളെ തിരക്ക് പോലുമില്ല. അവർ വന്നതിന് ശേഷം അവർ ചെയ്തത് അവിടുന്ന് തന്നെ വേറെ ഒരു വണ്ടി വിളിച്ച് ഈ ബോഡി വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് പൈസ കൊടുക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ ഇന്ന ആൾക്കാരാണ് കൊണ്ടുപോയെന്ന് അറിഞ്ഞിട്ട് അവർ നമ്മളോടൊരു നന്ദി വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മിക്ക ദിവസവും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്കത് പ്രശ്നമല്ല. അപ്പം നമ്മുടെ പണി തുടർന്നുകൊണ്ടിരിക്കും.